ഇന്ന് വിടുവോ? പിന്നെ വിടാതെന്ത് ചെയ്യാൻ? അതിപ്പോ ഏത് പുതിയ CI വന്ന് ചാർജ് എടുത്താലും ഉണ്ടാവും ഇങ്ങനെ കുറെ വിരട്ടലുകളൊക്കെ. കൈ കിട്ടുവാനൊക്കെ പിടിച്ചോണ്ട് പോകും. എണ്ണം തയ്ക്കണ്ടേ? സുലൈമാൻ സാറ് ചാർജ് എടുത്തപ്പോഴും ഉണ്ടായതാ ഇതുപോലെയൊക്കെ. അയ്യോ, എന്തൊരു കൊതുക്. എങ്ങനെയുണ്ടാ അതിന്റെ കഞ്ചാവ് ബിസിനസ്? ഓ, അതിപ്പോ സായിപ്പന്മാരെടുത്ത് ഒരടവും നടക്കൂല. നാട്ടുകാരാണെങ്കിൽ കാശും തരൂല. ആ, ഒരു സൈഡിലേക്ക് മാറിക്കടാ. ഇന്നലെ രാത്രി തപ്പിയെടുത്താണ് സാർ. ഇവൻ പോക്കറ്റ് അടിക്കാരനാ. ബസ് സ്റ്റാൻഡിൽ നിന്ന് പിടിച്ചാ. ഇവന്റെ തൊഴിൽ കഞ്ചാവ് കച്ചവടമാണ് സാറേ. അയ്യോ സാറേ, എനിക്കൊരു കച്ചവടവും ഇല്ല. ഇവൻ ഒരു ഡാഫറാ. 2 ഹിന്ദിക്കാരെ പറ്റിക്കാൻ നേരത്തെ പിടിച്ചതാണ്. ഒന്ന് 100 നിൽക്കടാ. പേരെന്താ? മനോജ്. എന്ത് ചെയ്യുന്നു? BA പഠിക്കുന്നു. ഇയാൾ എന്തിനാ അറസ്റ്റ് ചെയ്ത്? കഞ്ചാവ് പഠിച്ച ഹോട്ടലിൽ കയറി ബഹളം ഉണ്ടാക്കിയാണ് സാർ. അതെന്റെ കൂട്ടുകാർ പറ്റിച്ച സാറേ. എനിക്കത് ശീലമില്ലാത്ത. കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ? ഉവ്വ് സാർ. ഇയാളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യും. അത് വേണം സാർ. 2 ദിവസത്തിനുള്ളിൽ പറയുന്ന കേട്ടാ മതി. യെസ് സാർ. ഹലോ, സ്പീക്കിംഗ്. തിയേറ്ററിനകത്തോ? നിങ്ങളാരാ? ഞാൻ തിയേറ്ററിന്റെ മാനേജരാ. അവരെവിടെ? അവരകത്തുണ്ട്. പാട്ട് പഠിച്ചേ തങ്കമേ ഞാൻ തങ്കമേ എന്ന നനച്ചേ നാനും സിരിച്ചേ തങ്കമേ ഞാൻ തങ്കമേ അന്തവാനം മിസ്റ്റർ, ഒന്നിങ്ങോട്ട് വരണം. ഞാനോ? എന്തിനാ? പാടോ. കൊറേ നേരമായി ശല്യം തുടങ്ങിയിട്ട് ഞാനാ കംപ്ലൈന്റ് ചെയ്തത്. ഞങ്ങൾ കോളേജ് സ്റ്റുഡൻസാ. തെമ്മാടിത്തരം കാണിക്കാൻ കോളേജ് സ്റ്റുഡൻസിന് ആരും ലൈസൻസ് കൊടുത്തിട്ടില്ല. ഞങ്ങളെ അറസ്റ്റ് ചെയ്യണമെങ്കിലേ വാറണ്ട് വേണം. അതുണ്ടോ? ആ, ഉണ്ട്. കാണണോ? ആ, വേണം. എന്റെ ഫ്രണ്ട്സ് ആണെന്ന് നിങ്ങൾ അവരോട് പറഞ്ഞില്ലേ? കൊള്ളാം. മേയറുടെ മകന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറഞ്ഞപ്പോഴാ ഇടിയുടെ എണ്ണവും ശക്തിയും കൂടിയത്. സജി, അയാളെ അങ്ങനെ അങ്ങ് ഷൈൻ ചെയ്യാൻ വിടരുത്. ഒരു പോലീസ് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞ ആരാ? ദൈവോ? ദേ, എല്ലാരോടും കളിക്കുന്ന പോലെ അയാളോട് കളിക്കണ്ടെന്ന് എനിക്ക് പറയാനുള്ളത്. പുതിയതായി ചാർജ് എടുത്തതിന്റെ ചൂടാ. ഞാൻ അപ്പഴേ പറഞ്ഞ തിയേറ്റർ കയറി അലമ്പുണ്ടാക്കരുതെന്ന്. നീ ഒന്ന് ചുമ്മാ. ഈ നാട്ടില് ചുണയുള്ള ആൺകുട്ടികളുണ്ടെന്ന് അയാളൊന്ന് മനസ്സിലാക്കണം. അളിയാ, നമുക്കിതിന് എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റൂ. ഉള്ളിട്ടുണ്ട്. ഇയാളെ ആശുപത്രിയിലാക്കും. വണ്ടിയുടെ എന്താ ഇൻസ്പെക്ടർ? ഇപ്പൊ ഈ റോഡിൽ പോയതാരാ? ഒന്നെന്റെ മകനാ, മറ്റവന്റെ കൂട്ടുകാരനും. എന്താ? എനിക്കവരെ കസ്റ്റഡിയിൽ എടുക്കണം. കാര്യം എന്താ? എന്റെ കൂടെ ഉണ്ടായിരുന്ന SIയുടെ മുഖത്ത് അവര് തിളച്ച വെള്ളം ഒഴിച്ചു. മുഖം പുള്ളി അയാളെ ഇപ്പൊ ആശുപത്രിയിലാക്കിയിരിക്കുക. എനിക്ക് അവരെ കിട്ടണം. നിൽക്കണം സാർ. മേയറുടെ മകനാണെന്ന് പറഞ്ഞില്ലേ? അതുകൊണ്ട് ചെയ്ത കുറ്റത്തിൽ നിന്ന് ഒഴിവാകുന്നില്ലല്ലോ. ശരിയാണ്. തെറ്റ് ആര് ചെയ്താലും തെറ്റ് തന്നെയാണ്. യു ക്യാൻ പ്രൊസീഡ്. സജി, അതിലേക്ക് പോവുകയാണെങ്കിൽ
2 മാസത്തിനുള്ളിൽ നമ്മുടെ സിറ്റി ഒന്ന് തെളിയും. എന്റെ അതേ സ്വഭാവമാണ് സിഐക്ക്. ഓ, മര്യാദക്കാരോട് മര്യാദ, തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് കയ്യിലെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ലല്ലോ. അത് നല്ല കോള്. ഇതിനേക്കാൾ വലിയ നരികളെ കയ്യിലെടുത്തിട്ടുള്ളവനല്ലേ കൃഷ്ണേട്ടൻ. വന്നു എന്നാ തോന്നണേ. നമസ്കാരം. എന്റെ പേര് കൃഷ്ണൻ. അമ്പലക്കാട് കൃഷ്ണൻ, ധ്വനി പത്രത്തിന്റെ ഉടമസ്ഥൻ. കേട്ട് കാണൂ. ഇല്ല. വലിയ മുതലാളിയാ. പത്രം കൂടാതെ അബ്കാരി ബിസിനസ് ഉണ്ട്, ധാരാളം എസ്റ്റേറ്റും ഉണ്ട്. പത്രം സത്യം പറഞ്ഞാൽ നഷ്ടത്തിലാ ഓടുന്നത്. പക്ഷേ മറ്റ് ബിസിനസ്സുകളുടെ വിജയത്തിന് ഇതൊരാവശ്യമാണ്. വന്ന കാര്യം പറഞ്ഞില്ല. സാധാരണ കമ്മീഷണർ റാങ്കിൽ കുറഞ്ഞവരൊക്കെ എന്നെ അങ്ങോട്ട് വന്ന് കാണാറാ പതിവ്. ആ പതിവ് തെറ്റിച്ച് ഞാൻ മിസ്റ്റർ ശ്രീധരനെ, ശ്രീധരനല്ല ശേഖരൻ. ആ ശേഖരനെ കാണാൻ ഇങ്ങോട്ട് വന്നപ്പോൾ ശേഖരൻ എന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടാവണമല്ലോ. അത് ശരിയാ. ഇന്ന് വരെ ഒരാളെ കാണാൻ കൃഷ്ണേട്ടൻ ഇങ്ങോട്ട് വന്നിട്ടില്ല. വന്നത് എന്തിനാണെന്ന് പറയൂ. മേയറുടെ മകനെ ഇന്നലെ അദ്ദേഹത്തിന് മുമ്പിൽ വെച്ച് അറസ്റ്റ് ചെയ്തെന്ന് അറിഞ്ഞു. ഈ ചങ്കൂറ്റം സമ്മതിക്കാതിരിക്കാൻ പറ്റില്ല. ഒന്ന് നേരിട്ട് അഭിനന്ദിക്കാനാണ് ഞാൻ വന്നത്. അഭിനന്ദിക്കാനായി ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. അത് പിന്നെ അങ്ങനെയല്ലേ പറയൂ. ആ അവരെ വിട്ടോ. പിന്നെ ഇന്നലെ രാത്രി തന്നെ ജാമ്യത്തിൽ ഇറക്കിയില്ലേ? എന്റെ റിപ്പോർട്ട് വന്നു ശ്രീധരനെ. ശേഖരൻ. ആ ശേഖരനെ കാണും. ഒരു ഇന്റർവ്യൂ കൊടുക്കണം. നഗരത്തെ നടുക്കിയ സിംഹം. തലക്കെട്ട് വരെ ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. കൊള്ളാം. ഉഗ്രൻ. ഉഗ്രൻ എന്ന് പറഞ്ഞാൽ അത്യുഗ്രൻ. ഏയ്, തനിക്കൂടെ എന്താ കാര്യം? പിന്നെ ആ പോണം. കുറെ പടങ്ങളും വേണം, പല പോസുകളിൽ. സോറി, എനിക്ക് പബ്ലിസിറ്റിയിലും മറ്റും തീരെ താല്പര്യമില്ല. വേണ്ട, പക്ഷേ ഞങ്ങളോട് സഹകരിക്കാമല്ലോ. എങ്ങനെ? ഇന്നലത്തെ സംഭവം പോലെ സെൻസേഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നടത്തുമ്പോൾ ആദ്യം ഞങ്ങൾ വിവരറിയിക്കും. പകരം തിരിച്ചല ഉപകാരങ്ങൾ എനിക്കും ചെയ്യാൻ സാധിക്കും. അപ്പൊ വേറെ വിശേഷമൊന്നുമില്ലല്ലോ. എനിക്ക് ഒരുപാട് ജോലികളുണ്ട്. ഞാൻ സംസാരിച്ച് തീർന്നില്ല. എനിക്ക് കേട്ടിരിക്കാൻ സമയമില്ല. അമ്പലക്കാട് കൃഷ്ണനോട് ആരും ഇതുവരെ ഇങ്ങനെ പെരുമാറിയിട്ടില്ല. നന്നായി. ആദ്യമായിട്ട് ഇങ്ങനെ പെരുമാറിയതിന്റെ ക്രെഡിറ്റ് എനിക്കായിക്കോട്ടെ. ഹലോ, സി ഐ ഹിയർ. റവന്യൂ ഇന്റലിജൻസിന്നോ? എന്താ സാർ? റവന്യൂ ഇന്റലിജൻസ് ഓഫീസർ മിസ്റ്റർ ശങ്കർ വിളിച്ചിരുന്നു. JK ജുവലേഴ്സ് റെയ്ഡ് ചെയ്യണം. 5 മിനിറ്റിനുള്ളിൽ പുറപ്പെടണം. ഇപ്പൊ ആരും പറയണ്ട സാർ. ഓക്കെ. അല്ല, പോലീസോ കസ്റ്റംസോ ആയിരിക്കൂ? പോലീസോ കസ്റ്റംസോ ആണെങ്കിൽ ഇങ്ങനൊരു നാടൻ കളിക്കേണ്ട ആവശ്യം എന്താ? ചേട്ടൻ വരുന്നവരെ കാത്തിരുന്ന് തൊണ്ടിയോടെ അറസ്റ്റ് ചെയ്താ പോരെ? കൂടാതെ അയാൾ പൈസ കയറ്റാ വന്നത്. കോൺ എനിക്കാകെ പേടിയാകുന്നു കുഞ്ഞ്. അയാൾ പോലീസോ കസ്റ്റംസോ ബയ്യറോ ആരെങ്കിലും ആയിക്കോട്ടെ, എന്തായാലും അയാൾ പ്രഗത്ഭനാണ്. നമ്മളെക്കുറിച്ച് അയാൾ എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നു. ആ നിലയ്ക്ക് അയാൾ ആരായിരുന്നാലും അയാളെ കൊണ്ട് നമുക്ക് ഉപദ്രവം ഉണ്ടാവും. അതുകൊണ്ട് എത്രയും വേഗം നമുക്ക് ഇവിടുന്ന് പോകാം. അപ്പോ ഇതൊക്കെ അതിന് രാത്രി വരെ കാക്കണ്ട. ഇപ്പോൾ തന്നെ പക്ഷേ രവി ഏൽപ്പിച്ച് കാശും വാങ്ങി സ്ഥലം വിടാം. ക്യാഷ് കൊണ്ടുവന്നിട്ടുണ്ടോ? ഹോട്ടലിൽ വന്നയാളെ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? എങ്ങനെയോ നിങ്ങൾ ആരാന്നറിഞ്ഞ് സാധനം വാങ്ങാൻ വന്ന ആളായിരിക്കും. എന്നാലും ആരടാ അവൻ? ഞാൻ തന്നെ. രാത്രി 10 മണിക്ക് നിന്നെ തേടി ഹോട്ടലിൽ വന്നാൽ നിന്റെ പൊടി പോലും കാണില്ലെന്ന് എനിക്കറിഞ്ഞൂടെ? സാധനവുമായി ഇയാൾ വരുമ്പോ ഹോട്ടലിൽ വെച്ച് നിങ്ങളെ രണ്ടുപേരെയും എനിക്ക് കസ്റ്റഡിയിൽ എടുക്കാമായിരുന്നു. പക്ഷേ വാങ്ങുന്നവനെ എനിക്ക് കിട്ടില്ലല്ലോ. ഏ ബഹൻ, ये काम में तुम्हारा एक्सपीरियंस बहुत बहुत कम है, समझा? എടുക്കടാ. അനങ്ങി പോരുത്. ഈ കെട്ടിടം മുഴുവൻ ഞങ്ങളുടെ ആളുകൾ വളഞ്ഞിരിക്കുകയാണ്. കമാൺ. ധാരാ കൊണ്ടുവന്നേ? മുഖം എനിക്ക് ഓർമ്മയില്ല.
സാറിന് തരാൻ കുറച്ച് മധുരപലഹാരങ്ങളാണെന്ന് പറഞ്ഞു. അതിനിപ്പോ എന്ത് മൊഗോ അഡ്രസ് നോക്കാൻ. ഹലോ, ഞാൻ തന്നെയാണ് സാർ. ഇപ്പൊ വിശ്വാസമായില്ലേ ഞാൻ പറഞ്ഞ നുണയല്ലാന്ന്? സാറിന്റെ ജോലി ഞാൻ സ്വയം ഏറ്റെടുത്തു. അവരിൽ നിന്ന് പിടിച്ചെടുത്ത സാധനങ്ങൾ സാറിന്, വേറൊന്നുകൂടെ കിട്ടി, പണം. അത് ഞാൻ എടുത്തു. ഞാനൊരു പ്രാരാബ്ധക്കാരനല്ലേ സാറേ. ആ പിന്നെ ഒരു കാര്യം, ആ സാധനം എത്രയും വേഗം നശിപ്പിച്ചേക്കണം. ലക്ഷക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള മുതലാത്. സാറിന് വേണ്ടാത്ത വല്ല ടെംപ്ടേഷനും തോന്നിയാലോ? ദേഷ്യം തോന്നരുത്, നമ്മളൊക്കെ മനുഷ്യരല്ലേ സാറേ, എപ്പോഴാ മനസ്സ് മാറുക എന്ന് പറയാൻ ഒക്കില്ലല്ലോ. എനിവേ, വീണ്ടും സന്ധിക്കും വരെ വണക്കം. ഹലോ, ടെലിഫോൺ എക്സ്ചേഞ്ച് അല്ലേ? കണക്ട് മീ ടു യുവർ ജെ പ്ലീസ്. ഗുഡ് മോർണിംഗ്, ഐ എം ശേഖർ, CI ശേഖർ. ഒരു ഉപകാരം ചെയ്യണം. സ്റ്റേഷനിലേക്കും എൻ്റെ വീട്ടിലേക്കും വരുന്ന ടെലിഫോൺ കോൾസിൻ്റെ നമ്പറുകൾ ഒന്ന് ട്രേസ് ചെയ്യണം. കുറച്ച് ദിവസത്തേക്ക് മതി. ഏത് ഏരിയയിൽ നിന്നാണെന്നൊന്ന് മനസ്സിലാക്കിയാലും മതി. പ്ലീസ്, റിക്വസ്റ്റ് എഴുതി കൊടുത്തോളാം. താങ്ക് യു. എന്തിനാണ് സൂചി പിടിച്ചതിരിക്കണേ? അത് പൊട്ടിപ്പോയാലോ? ഇത് നടക്കുന്നില്ല. നടക്കുന്നില്ലേ പിടിച്ചതിരിക്കണോ? താൻ ഏതാ? വാസുദേവൻ സാർ എവിടെ? ഏത് വാസുദേവൻ സാറ്? ഏത് വാസുദേവൻ സാറോ? അപ്പൊ താൻ എങ്ങനെ അകത്ത് കയറി? നിങ്ങളാരാ? പപ്പേട്ടന്റെ ഉമ്മയാ? പപ്പേട്ടനോ? അതാരാ? ഇവൻ പൂട്ട് പൊളിച്ച് അകത്ത് കടന്നതാണോ എന്റെ ഈശ്വര? പപ്പേട്ടാ, പപ്പേട്ടാ. ആ അകത്തുണ്ടായിരുന്നോ? സാറിന്റെ പേര് പപ്പൻ എന്നാണോ? ആ അങ്ങനെ ഒരു പേരെനിക്കുണ്ട്. കമ്പനി എല്ലാവരും അങ്ങനെയാ വിളിക്കുക. ഞാനെങ്കിലും പോയി കുറച്ച് ചായ ഉണ്ടാക്കി, ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് കൂടെ പണിയെടുക്കുന്ന ആളായിരിക്കും അല്ലേ? ആ അതെ അതെ. ആ അപ്പൊ സാറേ, ഓട്ട് കമ്പനിയിൽ അവിടെയുള്ള ഒരു കളരി ഗുരുക്കലില്ലേ, അയാൾക്കൊരു മോളുണ്ട്. പഠിപ്പധികമില്ല, പക്ഷെ നല്ല ഓരോം തടി. സാറിന് ചേരും. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ഇപ്പൊ പോയി ചായ ഉണ്ടാക്കി. ആ, ആ. ചില്ലറ പണിയൊക്കെ ചെയ്യാൻ പറ്റുന്ന സ്ത്രീയാ. നിങ്ങളെ ശരിക്കുള്ള പേരെന്താ? പപ്പ, വാസുദേവ്, പിന്നെന്താ ലൂയിസാ? ഏത് പേരാ ജമാലിന് ഇഷ്ടം? പേരിനല്ലല്ലോ ഇഷ്ടപ്പെടുക, മനുഷ്യനല്ലേ. ജമാലിന് കുറച്ച് കാര്യവിവരമൊക്കെ ഉണ്ടല്ലോ. തന്റെ ബാവൊക്കെ എപ്പോഴാ ഗോവയെന്ന് വരിക? അത് മൂപ്പരുടെ വീട്ടുകാർക്കും അറിയില്ല. ചോറ നമ്മളെ പുരയിലിരുത്തി പൊറപ്പിക്കണില്ല. പെരുന്നാൾ അടുത്തല്ലോ, കുട്ടിയൊക്കെ കോടിക്കുപ്പായം വേണമെന്ന്. അതിനു മുമ്പ് ബാബുക്ക വരാണ്ടിരിക്കില്ല. ഉവയത്ത് നളിയൻ്റെ വിവരമൊന്നും ഇല്ലാത്തതുകൊണ്ട് സൂറയുടെ കരച്ചിലത് വേറെ. നമ്മളിപ്പോൾ എന്താ ചെയ്യുക?